നമസ്കാരം. നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 76ാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം. തലസ്ഥാനത്ത് സൈനിക ശക്തി വിളിച്ചോതുന്ന പരേഡ് നടന്നു. രാവിലെ പ്രധാനമന്ത്രി യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചതോടെ ചടങ്ങുകൾ ആരംഭിച്ചു. 6 കുതിരകളെ കെട്ടിയ പ്രത്യേക വാഹനത്തിൽ കർത്തവ്യപഥിയിൽ എത്തുന്ന രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. 10:30 പരേഡ് ആരംഭിച്ചു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോയാണ് മുഖ്യാതിഥിയായിരുന്നത്. വിവിധ സേനാ വിഭാഗങ്ങൾക്കൊപ്പം 5000 ആദിവാസികൾ അണിനിരന്ന കലാരൂപങ്ങളും പരേഡിൽ അണിനിരന്നു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരമേഖല കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു. പട്ടാമ്പി താലൂക്ക് ആസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു. മുഹമ്മദ് മോഹസിൻ MLA ദേശീയ പതാക ഉയർത്തി. പട്ടാമ്പി താലൂക്ക് ആസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് കൊണ്ടാടിയത്. രാവിലെ മുഹമ്മദ് മോഹസിൻ MLA പതാക ഉയർത്തി. തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി. നമ്മുടെ രാജ്യം 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി അതിനുശേഷം സ്വതന്ത്രമായിട്ടുള്ള ഒരു ഭരണഘടന പരമാധികാര രാജ്യമായി മാറുന്നതിന്റെ ഭാഗമായി അത് നിലവിൽ വന്നിട്ട് 75 വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി അതുണ്ടാകുന്നതിന് വേണ്ടി വലിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നത്. ഡോക്ടർ BR അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, അതുപോലെ തന്നെ നിരവധി മഹാരാജന്മാരായ ആളുകൾ 2.25 വർഷം ചർച്ച ചെയ്ത് ഡിബേറ്റുകൾ നടത്തി, പലപ്പോഴും വോട്ടെടുപ്പുകൾ നടത്തിയൊക്കെയാണ് ആ ഭരണഘടന നിലവിൽ വന്നത്. നമുക്ക് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന രീതിയിൽ ഈ രാജ്യത്ത് വൈവിധ്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ രാജ്യത്തെ ഒന്നാക്കി നിർത്തുന്നത് ആ ഭരണഘടനയുടെ മഹത്വമാണ്. തഹസിൽദാർ TP കിഷോർ, നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി നഗരസഭയിലും പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലും റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. പട്ടാമ്പി നഗരസഭയിൽ റിപ്പബ്ലിക് ദിനാഘോഷം വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. രാവിലെ നഗരസഭാ അങ്കണത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ദേശീയ പതാക ഉയർത്തി. തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി. 76ാമത് റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത്. നമ്മൾ ഭരണഘടന നിലവിൽ വന്നിട്ട് 75 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഭരണഘടന എന്ന് പറയുന്നത് കേവലം എഴുതി വെക്കപ്പെട്ട ഒരു രേഖ മാത്രമല്ല, മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും മൂല്യമായ അവകാശങ്ങളെക്കുറിച്ചുള്ള എഴുതി വെച്ച ഒരു രേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത്. നമുക്കറിയാം, ഭരണഘടന എഴുതി ഉണ്ടാക്കുന്നതിന് നിരവധിയായ മഹാന്മാരുടെ കഠിന പ്രയത്നം കൊണ്ടാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എഴുതി വയ്ക്കപ്പെട്ട ഈ നിയമങ്ങൾ അനുശാസിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ ഭാവനയോടുകൂടി കണ്ടുകൊണ്ടായിരിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വൈസ് ചെയർമാൻ TP ഷാജി, ജനസമിതി അധ്യക്ഷൻ PP വിജയകുമാർ, മറ്റു കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും റിപ്പബ്ലിക് ദിനാഘോഷം കൊണ്ടാടി. രാവിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ ദേശീയ പതാക ഉയർത്തി. ജനസമിതി അധ്യക്ഷൻ PP ഉണ്ണികൃഷ്ണൻ, VA ഗീത, ഗഫൂർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. രാജ്യത്തിന്റെ 76ാമത് റിപ്പബ്ലിക് ദിനം തൃത്താല മദ്രസത്തുൽ ഇലാഹിയ അങ്കണത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മഹല്ല ഖത്തീബ് ഉസ്താദ് അബ്ബാസ് ധാരമി റിപ്പബ്ലിക് ദിന പ്രഭാഷണം നടത്തി. അധ്യാപകരും വിദ്യാർത്ഥികളും മഹല്ല നിവാസികളും പങ്കെടുത്തു. മഹല്ല ജനറൽ സെക്രട്ടറി PT സക്കീർ ഹുസൈൻ, PV ബീരാവുണ്ണി, N അബൂബക്കർ, അബ്ദുൽ കരീം ഫൈസി, ഉമ്മർ ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു. പുൽക്കാടുകൾ നിറഞ്ഞ തൃത്താല വെള്ളിയാങ്കല്ലെ ഭാരതപ്പുഴയിൽ വീണ്ടും വൻ തീപിടുത്തം. ഞായറാഴ്ച ഉച്ചയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ ഏക്കർ കണക്കിന് പുഴ പ്രദേശം കത്തിനശിച്ചു. ഉച്ചയ്ക്ക് 12:30യോടെയാണ് മംഗലം ഭാഗത്ത് പുൽക്കാടുകൾക്ക് തീപിടിച്ചത്. പുഴയിൽ ഇറങ്ങിയവർ തീയിട്ടതാണെന്നാണ് നിഗമനം. ചെറിയ തുരുത്തുകളിലും മറ്റുമുള്ള മരങ്ങളും പുല്ലും കത്തിനശിച്ചു. ഒട്ടേറെ പക്ഷികളും ജന്തുജാലങ്ങളും അഗ്നിക്കിരയായി. പൈതൃക പാർക്കിന് സമീപത്ത് നിന്ന് പടർന്ന തീ പുഴയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിച്ചു. പട്ടാമ്പിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേന യൂണിറ്റുകളാണ് തീയണച്ചത്. പുഴയിൽ മദ്യപിക്കാനും ചൂതാട്ടത്തിനും എത്തുന്ന സംഘമാണ് തുടർച്ചയായി പുഴയിലുണ്ടാകുന്ന അഗ്നിബാധയ്ക്ക് പിന്നിലെന്ന് പരാതിയുണ്ട്.
മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലെ എല്ലാ ഓഫീസുകളിലേക്കും ജൈവ മാലിന്യ സംസ്കരണത്തിനായി ബയോ ബിന്നുകൾ വിതരണം ചെയ്തു. മുഹമ്മദ് മുഹസിൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിൽ ഉറവിട മാലിന്യ സംസ്കരണം എന്ന ലക്ഷ്യത്തോടു കൂടി സിവിൽ സ്റ്റേഷനിലെ എല്ലാ ഓഫീസുകളിലേക്കും ജൈവമാലിന്യ സംസ്കരണത്തിനായി ബയോ ബിന്നുകൾ വിതരണം ചെയ്തത്. പട്ടാമ്പി സിവിൽ സ്റ്റേഷൻ ഹരിത പരിപാലന കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഓരോ ഓഫീസിലേക്കുമുള്ള ബയോ ബിന്നുകൾ നൽകിയത്. ഇതിന്റെ വിതരണോദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. താലൂക്ക് ആസ്ഥാന മന്ദിരം എന്നുള്ള നിലക്ക് നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ പൂർണ്ണമായി ഹരിത പ്രോട്ടോകോൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. വളരെ നന്നായി വൃത്തിയാക്കി ഇത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള PTSന്റെ നേതൃത്വത്തിൽ വളരെ നന്നായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിന്റെ കൂടെയാണ് ഈ ബയോബിന്നും കൊടുക്കുന്നത്. ഈ ബയോബിന്ന് ഇപ്പൊ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നേരത്തെ പരീക്ഷിച്ച് വർഷങ്ങളായി വിജയിച്ച് ഇതിനകത്ത് തന്നെയുള്ള ഓഫീസുകളിൽ വിജയിച്ചതിന് ശേഷമാണ് ഇതെല്ലാ ഓഫീസുകളിലും നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് മിനി സിവിൽ സ്റ്റേഷനിലെ മുഴുവൻ ജീവനക്കാരെയും തഹസിൽദാർ, അഡീഷണൽ തഹസിൽദാർ എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകണം. ഇവിടെ ഇതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ തന്നെ പരീക്ഷിച്ച് കണ്ടെത്തിയ കാര്യം ഇവിടെ തഹസിൽദാർ പറഞ്ഞു കഴിഞ്ഞു. തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ കൂടുതൽ ഈ പരിസരത്തുണ്ടായിരുന്നു. ഭക്ഷ്യ വേസ്റ്റുകൾ പുറത്ത് ലഭ്യമാകാത്ത സാഹചര്യം വന്നപ്പോൾ അതിന്റെ കുറവ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. തെരുവ് നായ്ക്കളുടെ ശല്യം കുറഞ്ഞു എന്ന്. മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വെറും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മാത്രമല്ല, ഇത്തരത്തിൽ തെരുവ് നായ്ക്കൾ അടക്കമുള്ള ശല്യങ്ങൾ കുറക്കാനും വളരെ പ്രാധാന്യമുള്ളതാണ്. സിവിൽ സ്റ്റേഷൻ സമുച്ചയം വൃത്തിയോടെ പരിപാലിക്കുന്ന ശുചിത്വ ജീവനക്കാർക്ക് MLA ഹരിത പരിപാലന കമ്മിറ്റിയുടെ ഉപഹാരങ്ങളും സമ്മാനിച്ചു. ഭൂരേഖ തഹസിൽദാർ P. ഗിരിജാദേവി, ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ PR. മോഹനൻ, സിവിൽ സ്റ്റേഷൻ ശുചിത്വ മിഷൻ നോഡൽ ഓഫീസർ ഡെപ്യൂട്ടി തഹസിൽദാർ KC. കൃഷ്ണകുമാർ, പട്ടാമ്പി സിവിൽ സ്റ്റേഷൻ ഹരിത പരിപാലന കമ്മിറ്റി കൺവീനർ T. ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് കൺവീനർ മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കോമ്പൗണ്ടിൽ നടപ്പാക്കുന്ന പച്ചക്കറി കൃഷിയും മുഹമ്മദ് മുഹസിൻ MLAയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. പച്ചക്കറി കൃഷിക്ക് ഇവിടെ നിന്നുമുള്ള ജൈവവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പച്ചക്കറി കൃഷിയും നടപ്പാക്കുന്നത്. പ്രിയദർശിനി സാധുജന സംരക്ഷണ സമിതിയും IT's കണ്ണാശുപത്രി മലപ്പുറവും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിരുട്ടാണം സമിതി ഓഫീസ് പരിസരത്ത് നടന്ന ക്യാമ്പ് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു. സമിതി രക്ഷാധികാരിയും വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ ഷക്കീന, PV ബാബുട്ടി, മെമ്പർമാരായ B. ബാത്തുകുട്ടി, M. വീരചന്ദ്രൻ, CU അബുബക്കർ, വരവൂർ പഞ്ചായത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AM മുസ്തഫ, സമിതി മെമ്പർ സുമ രതീഷ്, മലപ്പുറം IT's കണ്ണാശുപത്രി PRO ചിപ്പി കുര്യൻ എന്നിവർ പങ്കെടുത്തു. പ്രിയദർശിനി സാധുജന സമിതിയും IT's മലപ്പുറവും ചേർന്നിട്ട് നടത്തുന്ന നേത്ര പരിശോധന ക്യാമ്പ് ഇന്ന് വിരുട്ടാണത്ത് വാപ്പുട്ടിയുടെ വീട്ടിൽ വെച്ച് ചേരുകയാണ്. എന്തായാലും നമ്മുടെ നാട്ടിലെ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് വളരെ സഹായകരമായ രീതിയിൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത് വിജയമാക്കി തീർത്ത ഈ നാട്ടിലെ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വരവൂർ സേവാഭാരതിയും തൃശൂർ ആര്യ സെന്റർ ഫോർ ചൈൽഡ് എൻവയോൺമെന്റും പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രവും ആരാധനാ ലാബ് വരവൂരും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വരവൂരിൽ ചൈത്രം ബിൽഡിംഗ് ക്യാമ്പിൽ നടന്ന ക്യാമ്പിൽ സേവാഭാരതി ആബൽ സേവ IM രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ വരവൂർ മണ്ഡലം BJP പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് ആര്യ ഹെൽത്ത് കെയർ പീഡിയാട്രിഷ്യൻ ഡോക്ടർ സിജു രവീന്ദ്രനാഥ ഉദ്ഘാടനം ചെയ്തു. സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ രമ്യ സംബന്ധിച്ചു. പരുതൂർ പഞ്ചായത്തിൽ മധ്യവയസ്കനെ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. പരുതൂർ ചിറങ്കര പൂത്തനാലക്കൽ P. മോഹൻദാസ് ആണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. വീടിന് പുറത്ത് തീ കൊളുത്തി മരിച്ച നിലയിൽ ഞായറാഴ്ച പുലർച്ചെ കണ്ടെത്തുകയായിരുന്നു. തൃത്താല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇതോടെ നിലവര വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.